ഹായ് ഓൾ, എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് 5th ഡേ ചലഞ്ചാണ്. ഇതിൽ നമ്മൾ മുന്നേ ഫോൺ യൂസ്, രാവിലത്തെ ഫോൺ യൂസിൻ്റെ കാര്യവും ഉറങ്ങുന്നതിന് മുന്നേയുള്ള ഫോൺ യൂസിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ ഉറക്കമെഴുന്നേറ്റ് ഉടനെയുള്ള ഫോൺ യൂസ് ഒഴിവാക്കിയിട്ടുണ്ട്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേയുള്ള ഫോൺ യൂസും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള സമയങ്ങളിൽ ഡേ ടൈമിലായാലും നൈറ്റിലായാലും ഫോൺ യൂസ് മാക്സിമം കുറയ്ക്കുക. രാവിലെ തന്നെ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്ത ശേഷം പ്രേയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഡേയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ അതെല്ലാം ചെയ്യുക. ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടീസ് ആണെങ്കിൽ കിച്ചൺ ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠനം അല്ലെങ്കിൽ മറ്റു ജോലികൾ അതെല്ലാം ചെയ്ത് അതിന് ശേഷം ഒരു ലെഷർ ടൈമിൽ മാത്രം, ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആണെങ്കിൽ ലെഷർ ടൈമിൽ മാത്രം കുറച്ച് സമയം മാത്രം ഫോൺ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കാനോ മറ്റ് വർക്കിനോ വേണ്ടിയിട്ട് ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു സ്പെസിഫിക് ടൈം കൊടുക്കുക. ആ ടൈമിൽ മാത്രം ഫോൺ എടുക്കുക, ഉപയോഗിക്കുക. കൂടുതൽ സോഷ്യൽ മീഡിയാസിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ യൂട്യൂബ് നമുക്ക് ആവശ്യമുള്ള ചാനൽസ് മാത്രം സബ്സ്ക്രൈബ് ചെയ്തിടുക. ആവശ്യമുള്ള കണ്ടൻസ് മാത്രം കാണുക. ബാക്കിയുള്ളതെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്ത് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്ത് മുന്നോട്ട് പോവുക. ഫോണ് നമ്മളിപ്പോൾ രാവിലെ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഡേ കിട്ടും. നൈറ്റ് ഉപയോഗിക്കാത്തതുകൊണ്ട് നൈറ്റിൽ നല്ലൊരു ഉറക്കം കിട്ടും. പക്ഷേ ത്രൂ ഔട്ടുള്ള ഡേയിലും നൈറ്റിലും നമ്മൾ ഫോണിങ്ങനെ യൂസ് ചെയ്തിരുന്നാൽ നമ്മുടെ അത്രയും ടൈം പോകുന്നത് നമ്മൾ അറിയത്തില്ല. നമ്മുടെ ടൈം അത്രയും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും. നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ സമയം കിട്ടാതെ വരും. വീട്ടിലുള്ളവരാണെങ്കിൽ പോലും വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരും. ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഈ കിട്ടുന്ന സമയമെല്ലാം ഫോണിലിരുന്ന് കഴിഞ്ഞാൽ ആ ജോലിയുടെ പ്രൊഡക്ടിവിറ്റി അത് ബാധിക്കും. അപ്പോൾ ഒരു സമയം കൊടുക്കുക. അതുപോലെ തന്നെ ഫാമിലി ടൈം കൊടുക്കുക. നമ്മളൊരു ദിവസം കുറച്ച് സമയം ഫാമിലി ടൈമായിട്ടുണ്ടായിരിക്കണം. കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും ആ സമയത്ത് ആരും ഫോൺ യൂസ് ചെയ്യാതെ നിങ്ങൾ അച്ഛനോടും അമ്മയോടും മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും സഹോദരങ്ങളോടുമൊപ്പം ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് കാലമേ ഉള്ളൂ. ആ കാലങ്ങളിൽ നമ്മൾ മുഖത്തോട് മുഖം നോക്കി സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുക.